ഹായ് അസ്സാം വലൈക്കും മിയോ ഹാഫമിൻ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മയ്ക്ക് 30 വർഷങ്ങൾക്കിപ്പുറം ഓരോ വിദ്യാലയത്തിലെ കുട്ടികളും അധ്യാപകരും ബഷീർ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം സാഹിത്യ നാഗരികമായ കോഴിക്കോടിൽ പിറന്നതിന്. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയുമാണ് എന്നതാണല്ലോ കേരളത്തിലെ ഭാഷാ പ്രതിജ്ഞ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് 2 വാക്ക്. 1908 ജനുവരി 21 വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ ജനിച്ചു. പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാച്ചുമ്മ. ഇവരുടെ 6 മക്കളിൽ മൂത്തവനായിരുന്നു ബഷീർ. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. ഫാത്തിമ ബഷീർ ഭാര്യയും അനീസ്, ഷാഹിന മക്കളുമാണ്. തലയോലപ്പറമ്പിൽ മലയാളം, ഇംഗ്ലീഷ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിൻ്റെ പേരിൽ മർദ്ദനത്തിനിരയാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. 10 വർഷത്തോളം ഇന്ത്യ ഒട്ടാകെയും ആഫ്രിക്ക, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും സഞ്ചരിച്ചു. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നീ കൃതികൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ കൃതികളും പൂവൻ പഴം ഉൾപ്പെടെ 16 കഥകളുടെ ഒരു സമാഹാരവും ഓറിയൻ്റൽ ലേഖ്മാൻ എന്നിവയും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീയിൽ ആദരിച്ചു. 1994 ജൂലൈ 5 അദ്ദേഹം നിര്യാതനായി. നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ സുകുമാർ അഴീക്കോടിന് അയച്ച കത്ത് അതിങ്ങനെയായിരുന്നു: ബഹുമാനപ്പെട്ട തത്വമസി, താങ്കൾ അയച്ച കുറിപ്പ് വായിച്ചു. മനസ്സിലാക്കാൻ ഞങ്ങൾക്കും അയൽക്കാർക്കും കഴിഞ്ഞില്ല. ആയതിനാൽ പതിവ് പോലെ മരുന്നുകടയിൽ കൊടുത്തു. അവരത് വായിച്ചു നോക്കി 12 ഗുളികകൾ തന്നു. 2 എണ്ണം വലുത്. വായിലിടാൻ ഭാവിച്ചപ്പോൾ അശരീരി ഉണ്ടായി. ആ ഗുളികകൾ 2ഉം വയറിളക്കാനുള്ളതാണ്. 10 എണ്ണം ശ്വാസമുട്ടിന്. നന്ദി. എൻ്റെ ദിവ്യദൃഷ്ടി വിയ്യൂർക്ക് തിരിച്ചു. താങ്കളുടെ ഹൃദയം ശരിക്കും കണ്ടു. ഹൃദയത്തിൽ നിന്ന് മനസ്സിലായി താങ്കൾ 29 എൻ്റെ വീട്ടിൽ ഉണ്ണാൻ വരും. നല്ല ഊണ് സംഘടിപ്പിക്കാം. അന്നേ ദിവസം MTയെയും NPയെയും താങ്കൾ കൂട്ടണം. മലയാളം എഴുതാനും വായിക്കാനും അറിവുള്ളവർ ആ ഭാഗത്തുണ്ടെങ്കിൽ MTക്കും NPക്കും കാർഡിടണം. താങ്കളെ മലയാളം പഠിപ്പിക്കാൻ ഒരു പെണ്ണിനെ താങ്കളുടെ സൗദിയിലെത്തിക്കാം. പരമസുന്ദരി. താങ്കൾ അവളെ കെട്ടുകയാണെങ്കിൽ മാസം തോറും എനിക്ക് 250 വീതം അയക്കണം. താങ്കൾക്ക് അവളിൽ ഉണ്ടാകുന്ന ആൺകുട്ടികളെ എനിക്കു തരണം. ഒരു ചാവോർപ്പടം ഉണ്ടാക്കാനാണ്. ഈ കത്ത് ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ചു ജ്ഞാനിയാവുക. നർമ്മരസങ്ങളും കണ്ണീരിൽ പൊതിഞ്ഞ കിനാക്കളും അക്ഷരങ്ങളാൽ വിരിയിക്കാൻ ഇനിയും പിറവികളുണ്ടാവട്ടെ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. സൈനിങ് ഓഫ് ഹായ് അഫമീൻ.